ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് നമ്മൾ കണ്ടത് വേറൊന്നുമല്ല, ഡോക്ടറുടെ മുമ്പിൽ തൊഴു കൈയോടുകൂടി നമ്മുടെ സച്ചി നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിന് ദൈവത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഡോക്ടറെ ഇപ്പോൾ നമ്മുടെ സച്ചി കാണുന്നത്. അങ്ങനെ സച്ചി പറയുക, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ, ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങളുടെ അച്ഛനെ ഇല്ലാത്തത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, ഇത് എൻ്റെ ക്രെഡിറ്റ് മാത്രമല്ല, ദൈവം ഇങ്ങനെ ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഓരോരോ കളികളാണ്. ദൈവം ഡോക്ടറായിട്ട് എന്നെ നിയോഗിച്ചതാണ് തൻ്റെ അച്ഛൻ്റെ ജീവനും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി. ഏതായാലും ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ രവീന്ദ്രൻ സേഫാണ്. ഇനി ചിലപ്പോൾ ഒരു ദിവസം കിടന്നാൽ മതിയായിരിക്കും. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഡിസ്ചാർജ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയും ശ്രുതിയും അമ്പലത്തിലാണുള്ളത്. അപ്പോൾ രേവതി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഇവരെ കണ്ടിട്ട് രേവതി കുറച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് താൻ പൂജിച്ച് ആ ഒരു ചരട് രവീന്ദ്രന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. അപ്പം അത് ആരുമില്ലാത്ത സമയത്താണെങ്കിലേ പറ്റത്തുള്ളൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയെങ്കിൽ പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഇതേ സമയം സച്ചിയും അതുപോലെ തന്നെ ഡോക്ടറും സുധിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സച്ചിയോട് പറഞ്ഞു, കുറച്ച് മെഡിസിൻ ഒക്കെ മേടിക്കാനുണ്ട്, ഇനി ഏതായാലും ഇത് മേടിച്ചിട്ട് വാ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതിനെന്താ ഡോക്ടർ, ഇപ്പം മെഡിസിൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോയി. ഇതേ സമയം സുധി ആയിക്കോട്ടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ അമ്മയും ചന്ദ്ര എന്നല്ല കേട്ടോ, അമ്മയും ശ്രുതിയും കൂടി അമ്പലത്തിൽ പോയേക്കുക. അവരോട് പോയി കാര്യം അറിയട്ടെ, ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനുണ്ടേ. അപ്പോൾ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. ഇവരകത്ത് കയറിയില്ല, പുറത്ത് തന്നെ ആട്ടോ നിൽക്കുന്നത്. നമ്മുടെ രവീന്ദ്രനെ കണ്ടില്ല ഇതുവരെ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഐസിയുൻ്റെ അകത്തുനിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരുന്നതേ ഉള്ളൂ, അവിടെ കിടക്കുക തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി വന്നു. രേവതി വന്നിട്ട് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനോട് പറയുകയാണ്. അപ്പോൾ രേവതിനെ കണ്ട ഉടനെ കൂട്ടുകാരൻ പറഞ്ഞു, എന്ത് പരിപാടിയാണ് മോളെ നീ കാണിച്ചത്, മോളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്. മോളെ എത്രമാത്രം ആ മനുഷ്യൻ സ്നേഹിച്ചതാ, നിന്നെ വിശ്വസിച്ചതാ, നിന്നെ സ്വന്തം മകളുടെ സ്ഥാനത്ത് കണ്ടതല്ലേ, ആരുമില്ലാത്ത നിനക്ക് അഭയം തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പ്ലീസ് അങ്കിളെങ്കിലും എന്നെ ഇനി അങ്ങനെ പറയരുത്, അങ്കിളെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനെ ചതിക്കുന്ന അങ്കിളിന് തോന്നുന്നുണ്ടോ? എൻ്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെ ദൈവം അദ്ദേഹം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ചതിക്കില്ല, ഞാൻ ആരെയും വഞ്ചിക്കില്ല. സച്ചേട്ടൻ എനിക്കൊരു ജീവിതം തന്ന ആളാ, ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ എനിക്ക് ജീവിതം തന്നയാള്, ജീവിതം തന്ന് ആ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയാളാ. അയാൾ ഞാൻ ചതിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നടന്നതെല്ലാം വേറെയായിരുന്നു. നടന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാ. ഒരിക്കലും ശ്രുതിയുടെയും വർഷയുടെയും വിവാഹം നടത്തി കൊടുക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ എന്താ മോളെ ആ സമയത്ത് സംഭവിച്ചത്? അത് പിന്നെ എന്നെ രാവിലെ അവൻ വിളിച്ചോണ്ട് പോയി, ശ്രീകാന്ത് വിളിച്ചോണ്ട് പോയിട്ട്, ശ്രീകാന്ത് എന്നാട്ടോ, ശ്രുതിയുടെ നല്ലാട്ടോ, ഞാൻ പേരെന്തെങ്കിലും മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ശ്രീകാന്ത് എന്നെ വിളിച്ചോണ്ട് പോയി. ശ്രീകാന്ത് വിളിച്ചോണ്ട് പോയത് വർഷേനെ കാണാനും വർഷയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. അത് കേട്ടിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ അമ്പലത്തിലെ ശാന്തിമാര എന്നെ കൊണ്ട് നിർബന്ധിച്ച് ആ ഒരു ഇതിലെ രജിസ്റ്ററിൽ സാക്ഷിയായിട്ട് ഒപ്പിടിപ്പിച്ചത് ഒരിക്കലും ഞാൻ മനസ്സറിഞ്ഞ് ചെയ്ത കാര്യമല്ല എന്ന് പറഞ്ഞപ്പം, അങ്ങനെയാണല്ലേ, ഞാനും ഓർത്തായിരുന്നു ഒരിക്കലും മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് എനിക്കും എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല മോളെ. ഏതായാലും മോളൊരു കാര്യം ചെയ്യുക, മോൾക്ക് മോളുടെ അച്ഛനെ കാണണമെങ്കിൽ മോള് കയറി പോയി കാണ്, ഞാനിവിടെ ഉണ്ടല്ലോ. ഏതായാലും മോള് പോയി കാണ്, ഞാൻ അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫോൺ വിളിക്കാം. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് മോള് പോയിക്കോ, സച്ചിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കറിയാം. സച്ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, സച്ചേട്ടൻ എന്നെ തെറ്റിദ്ധാരണയുടെ അങ്ങേ അപ്പുറത്താണ് എന്നെ കാണുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വരുന്നതോ ഞാൻ അച്ഛനെ കാണുന്നതോ ഒന്നും ഇഷ്ടമല്ല, ഞാൻ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കയറിയിട്ടോ.
നേരെ കയറി നമ്മുടെ രേവതി അകത്തേക്ക് ചെന്നപ്പോൾ ചങ്ക് പൊട്ടുന്ന കാഴ്ച നമ്മുടെ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ അല്ല രവീന്ദ്രന്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അച്ഛ സോറി അച്ഛ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു തെറ്റാ, ഒരിക്കലും മനഃപൂർവ്വം ചെയ്തൊരു തെറ്റല്ല അച്ഛ, എന്നോട് ക്ഷമിക്കണം അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഈ ചരട് ഞാൻ അച്ഛന് വേണ്ടി പൂജിച്ചുകൊണ്ട് വന്നതാ. ഏതായാലും ഇത് മാത്രമേ എനിക്ക് എൻ്റെ കയ്യിലുള്ളൂ, പൈസയായിട്ട് ഒന്നും തന്ന് സഹായിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് അച്ഛൻ അറിയാലോ. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളൂ, പ്രാർത്ഥനയിലൂടെ മാത്രമേ എനിക്ക് അച്ഛനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ചരട് അച്ഛന് കെട്ടിയാലേ നല്ലതാ, അച്ഛൻ്റെ ആരോഗ്യമൊക്കെ പഴയ രീതിയിൽ തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചരട് കയ്യിൽ കെട്ടിക്കൊടുത്തിട്ട് കുറേ നേരം നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. രവീന്ദ്രൻ അപ്പം ബോധം അങ്ങ് വന്നിട്ടില്ല, ഒരു മയക്കിയിട്ടൊക്കെയാണല്ലോ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് റിക്കവറായിട്ട് വന്നിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ, ആ മയക്കത്തിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഇതൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രയും ശ്രുതിയും കൂടെ വരുന്നത്. എൻ്റെ ഈശ്വര, പേടിച്ചു പോയില്ലേ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ ഇവരെ കണ്ടത് ഒരു വെപ്രാളമായി പോയി. കാരണം നമുക്ക് എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ട് പിന്നെ പെട്ടെന്നൊരു വെപ്രാളം കയറൂലോ. ഫോൺ എടുത്തിട്ട് കുത്താനും പറ്റുന്നില്ല, എങ്ങനെയൊക്കെയോ ഫോൺ എടുത്തിട്ട് കുത്തി രേവതിനെ വിളിച്ചിട്ട്, മോളെ രേവതി പെട്ടെന്ന് മോളെ ഇറങ്ങി വന്നേ, മോളുടെ അമ്മായിയമ്മയും ശ്രുതിയും ഒക്കെ വരുന്നുണ്ട്, സച്ചി ഇപ്പം വരും, മോളതേ എന്നെ ചതിക്കില്ലതേ, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് കയ്യിൽ കെട്ടിക്കൊടുത്ത ആ ചരടങ്ങ് മറച്ചു വെച്ചു കേട്ടോ. മറച്ചു വെച്ച് അങ്ങ് പുതപ്പൊക്കെ ഇട്ടങ്ങ് മൂടിയിട്ട് അവിടുന്ന് നമ്മുടെ രേവതി ഇറങ്ങി മാറിപ്പോവുകട്ടോ ചെയ്യുന്നത്. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും വന്നു. അപ്പോഴത്തേക്കും സച്ചിയും വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ സച്ചിയും വരുന്നുണ്ട് കേട്ടോ. അപ്പം ചന്ദ്രയും ശ്രുതിയൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്, നാളെ തന്നെ ഡിസ്ചാർജ് ആയിട്ട് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേഷനൊക്കെ നല്ല സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഭഗവാനെ കാത്തു രക്ഷിച്ചല്ലോ, എൻ്റെ താരി നീ പൊട്ടിച്ചില്ലല്ലോ ഈശ്വര, ഏതായാലും എൻ്റെ ഈശ്വര എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ ആ ഒരു ഭാഗത്തു നിന്നും ദൈവത്തിനോട് നന്ദി പറച്ചിലാകുന്നു. ഏതായാലും ചന്ദ്ര ഈ ഒരു സമയത്ത് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. കൊണ്ടുവന്നായിരുന്നു കുറച്ച് പൂജ, അതായത് നമ്മുടെ രവീന്ദ്രന്റെ പേരിൽ പൂജ കഴിച്ച കുറച്ച് ചന്ദനവും ഭസ്മം അല്ലേ, ഓക്കെ, ഭസ്മം ഒക്കെ കൊണ്ടുവന്നായിരുന്നു, അങ്ങനെയാന്ന് തോന്നല്ലേ, ഭസ്മം ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഭസ്മം എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്, ഒരു വെളുത്തൊരു പൊടിയില്ലേ. അപ്പോൾ ആ സംഭവം കൊണ്ടുവന്ന് പൊട്ടത്തരമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഭസ്മം ആ ഒരു വെളുത്ത കളറിലിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ആ സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കൊടുത്തോട്ടെ. എനിക്കറിയാം കുറേ കമൻറ്റ് വരുമായിരിക്കും ഇതിൻ്റെ പേരിൽ, മിക്കവാറും എന്നെ എല്ലാവരും പൊങ്കാലയിടും. കുറേ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, എനിക്കറിയാം, എന്നെ സ്വയം എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊട്ടത്തരം പറഞ്ഞാൽ പിന്നെ പൊട്ടത്തരം അല്ലാതെ ആവില്ലല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ആ ഭസ്മമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോഴും ഇതായിട്ടില്ല കേട്ടോ, ബോധമൊന്നും വന്നിട്ടില്ല. ഭസ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വന്ന് നമ്മുടെ സച്ചിയും വന്നു. സച്ചി മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സിസ്റ്ററിൻ്റെ കൈ കൊടുത്തു, ആ നേഴ്സിൻ്റെ കൈ കൊടുത്തു. നേഴ്സ് മെഡിസിനൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ, ഇനിയിപ്പോൾ എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, എനിക്കിനിയിപ്പോൾ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ വർഷേനാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ വർഷ ഇങ്ങനെ കാത്തിരിക്കുക, ശ്രീകാന്തിനെ കാണുന്നില്ലല്ലോ. അപ്പം വർഷ ഇങ്ങനെ കാത്തിരുന്ന ആ ഒരു സമയത്ത് ശ്രീകാന്ത് കയറി ചെല്ലുക, പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ശ്രീകാന്തിനെ കണ്ടപ്പോഴേ വർഷയ്ക്ക് കാര്യം മനസ്സിലായി. എന്നാലും വർഷ ചോദിച്ചു, എന്താ ശ്രീകാന്തിനെ പറ്റിയത്, എന്താ അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതൊന്നും എനിക്ക് അറിയില്ല വർഷേ, അച്ഛനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അച്ഛൻ എന്നെ കാണിച്ചില്ല, ഞാൻ അവരുടെ ആരുമല്ലെന്ന് പറഞ്ഞ് എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആട്ടിയിറക്കി വിടുക ചെയ്തത്, ഒരു നോക്ക് കാണാൻ എനിക്ക് പറ്റിയില്ല. അവർ പറഞ്ഞത് ഞാനെന്നൊരു മകൻ അവർക്കില്ല എന്നും ഞാനെന്നൊരു സഹോദരൻ അവർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടി ആട്ടി ഇറക്കുന്ന പോലെ എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. എൻ്റെ അച്ഛൻ എന്തു പറ്റിയെന്ന് പോലും അവരെന്നോട് പറഞ്ഞില്ല. ഞാൻ എന്തൊരു മഹാപാവിയാ ഈശ്വര, ഞാൻ എന്തൊരു മഹാപാവിയാ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ശ്രീകാന്തിന്റെ വിഷമം ഇങ്ങനെ വർഷയോട് പറയുകയാണ്. അപ്പൊ വർഷ പറഞ്ഞു, ശ്രീകാന്ത് നീ കരയാതെ, നീ എന്തിനു കരയുന്നത്, നീ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ കരയുന്നത് കണ്ടാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് എന്റെ മനസ്സിന് തോന്നൂലെന്ന് എന്ന് പറഞ്ഞപ്പം, അല്ല നീ കാരണമല്ല, ഞാൻ കാരണമൊക്കെ ഇത് സംഭവിച്ചത്, ഞാനാണല്ലോ ഇതിനൊക്കെ കാരണം. നീ പറഞ്ഞപ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായതും എന്റെ വീട്ടുകാരൻ ഞാൻ ഉപേക്ഷിച്ച് നിന്നെ വിവാഹം കഴിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ കാരണമല്ലേ, ഞാനൊരാണല്ലേ. അപ്പം ഞാൻ വിചാരിക്കണമായിരുന്നു എൻ്റെ അച്ഛൻ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നെന്നറിയാമോ. സത്യമായിട്ടും അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ. എന്നെ പടിയടച്ചു പിണ്ടം വെച്ചു എന്നൊക്കെയാണ് സച്ചിയേട്ടൻ പറഞ്ഞത്. സച്ചിയേട്ടൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പട്ടി ആട്ടുന്ന പോലെ ആട്ടി വിട്ടെന്ന് പറഞ്ഞപ്പം, ഓഹോ അയാൾക്ക് എന്താ അധികാരം ഇരിക്കുന്നത്, അല്ല ശ്രീകാന്തിനെ ഇറക്കി വിടാൻ മാത്രം അയാൾക്ക് എന്താ അധികാരം ഇരിക്കുന്നത്. ശ്രീകാന്തേ ഇത് ശരിയല്ല. ഏതൊരച്ഛനെയും ബകരി കാടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നീ ഓർക്കണം ശ്രീകാന്തേ. അതുകൊണ്ട് നിന്റെ അച്ഛനെ കാണുവാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാ നിയമങ്ങളും നിനക്ക് അവകാശപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു നിയമവും നിഷേധിക്കില്ല. അതുകൊണ്ട് നിയമത്തിന്റെ വഴി പോയാണെങ്കിലും നിന്റെ അച്ഛനെ നീ കാണണം ശ്രീകാന്തേ. നീ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞപ്പം, വേണ്ട, നിയമത്തിന്റെ വഴി പോയിട്ടാണെങ്കിലും ഏത് പഴുതിലൂടെ പോയിട്ടാണെങ്കിലും എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ എൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തള്ളി പുറത്താക്കിയത് തന്നെയാ വർഷ. എന്നെ എൻ്റെ വീട്ടുകാർ അംഗീകരിക്കാതെ പിന്നെ ആരംഗീകരിച്ചിട്ട കാര്യം. അച്ഛനും എന്നെ കാണാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ഇത്രയൊക്കെ സംഭവിച്ചത് നമ്മൾ കാരണമല്ലേ വർഷ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വീണ്ടും ഇങ്ങനെ കിടന്ന് കരയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വർഷ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സത്യത്തിൽ ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ വർഷ അവിടെ സമാധാനിപ്പിക്കുകയാണ്. ശ്രീകാന്തിനെ പോട്ടെ, സാരമില്ല, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുമല്ലോ, എല്ലായിടത്തും തടയാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ പതുക്കെ മാറും ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം പിന്നെ ഹോസ്പിറ്റലൊന്നും അല്ല കാണിക്കുന്നതിനെ വീട് കാണിക്കുന്നു. വീടിന്റെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തുന്നു. നമ്മുടെ സച്ചിയും സുധിയും കൂടെ ചേർന്ന് പതിയെ രവീന്ദ്രനെ പിടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുകയാണ്. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറ്റി. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ സീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അത് വേറൊന്നുമല്ല, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബോധം തെളിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും സച്ചിയും ഒക്കെ രവീന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നത് രേവതി എന്താ വരാത്തെ എന്ന് ആണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര പറയുകയാണ്, രേവതി അവളെ എന്തിനാ അന്വേഷിക്കുന്നത്, അവൾ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണമെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയാൻ തുടങ്ങുന്നുണ്ട്, ചന്ദ്രൻ നീ അങ്ങനെയൊന്നും പറയരുത്, രേവതി വന്നായിരുന്നു എന്ന് പറയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് കുറച്ച് ചുമയൊക്കെ വരികയും ചുമ വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് സച്ചി പേടിച്ചു പോയിട്ട് സച്ചി ഓടി വന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ കൊണ്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു പറയാൻ വന്ന അതങ്ങ് നിന്നു. എന്നിട്ട് സച്ചി പറഞ്ഞു, ഒത്തിരി നേരം സംസാരിക്കൊന്നും വേണ്ട, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് പ്രശ്നമാണ്, ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക് അവിടെ നിർത്തിവെച്ചു. സച്ചിക്കും അറിയത്തില്ല, നമ്മുടെ രവീന്ദ്രൻ പക്ഷേ മനസ്സിന്റെ ഉള്ളില് ഒരു ബോധം ഉണ്ടല്ലോ. എന്തൊക്കെ ബോധക്ഷയമാണെന്ന് പറഞ്ഞാലും ഇഷ്ടമുള്ളവരടുത്ത് വരുമ്പോൾ സ്നേഹമുള്ളവരടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ രവീന്ദ്രൻ ഉണ്ടായത്. ആ ഒരു ബോധോദയമാണ് രവീന്ദ്രൻ ആ ഒരു സമയം ഉണ്ടായത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സുധിയുടെ റൂമിൽ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ റൂമിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ്, അല്ല നീ ഈ ഓപ്പറേഷത്തിനുള്ള പൈസ എവിടെന്നാ മോനെ ഉണ്ടാക്കിയത്, നിനക്ക് എവിടെന്നാ ഈ പൈസ കിട്ടിയത്, ഇത്രയും 4 ലക്ഷം രൂപ കിട്ടണമല്ലോ, അത് മോനെ എങ്ങനെ ഉണ്ടാക്കി എന്നിങ്ങനെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് മുന്നിൽ സച്ചി ഹേയ് ഒന്നുമില്ല അച്ഛാ, അതൊക്കെ പണമൊക്കെ വരും പോകുകയൊക്കെ ചെയ്യും, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവനല്ലേ വലുത്, അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട, അച്ഛൻ ഇപ്പം ആ കാര്യം ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോട് ചോദിച്ചു, രവീന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ സത്യം പറ, എങ്ങനെയാണ് ഈ പൈസ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത്, അത് വേറെ എങ്ങനെയും അല്ല, സച്ചിയുടെ കാറ് വിറ്റു എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ ചങ്ക് പിളർന്നു പോയി കേട്ടോ. കാരണം തനിക്ക് വേണ്ടി തൻ്റെ പ്രാണനായിരുന്ന ആ കാറ് വിറ്റെന്ന് കേട്ടപ്പം ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ രവീന്ദ്രൻ പറഞ്ഞു, മോനെ നീ എന്താ മോനെ, നീ കാറ് വിറ്റിട്ട് ഈ അച്ഛൻ്റെ ജീവിതം രക്ഷിക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ, നിന്റെ ഒരു വരുമാന മാർഗം നീ ഇല്ലാതാക്കിയിട്ട് അച്ഛാ എൻ്റെ വരുമാന മാർഗമാണോ, എനിക്ക് അച്ഛനാണോ വലുത്, എനിക്ക് അച്ഛൻ തന്നെയാണ് വലുത്, കാറ് വരും പോകും, നമുക്ക് ഇനി കാർ എങ്ങനെയാന്നൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ മേടിക്കാം. അല്ല മോൻ വെറും 4 ലക്ഷം രൂപയ്ക്കാണോ ആ കാറ് വിറ്റത്, അതെ വെറും 4
ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. ആ ഒരു സമയം എനിക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു അച്ഛാ, വേറെ ഒന്നും എൻ്റെ കയ്യിലൊരു എല്ലാ പഴുതും അടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ അങ്ങ് തളർന്നു പോയിട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ചന്ദ്രയും സുധിയും പറയുന്നുണ്ട്, കാറ് മാത്രമല്ല വിറ്റത്, സ്വർണങ്ങളും ഒക്കെ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒത്തിരി അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല രവീന്ദ്രന്. അതുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തുകയാണ് കേട്ടോ. സാരമില്ല പോട്ടെ, ഇനി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ ഇരുത്തുകയാണ്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ കുറച്ച് പിടിവാശിയൊക്കെ കാണിക്കുകയാണ്. അത് ഇന്നത്തെ കഥയിൽ കാണിക്കുമോ എന്നറിയില്ല. ഇന്നത്തെ കഥയിൽ കാണിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ കഥയുടെ ആ ഒരു പോക്ക് വലിച്ചു നീട്ടിയാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി എന്തുകൊണ്ട് വീട്ടിൽ വന്നില്ല എന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നത്. കാരണം മെഡിസിൻ ഒക്കെ കഴിക്കാതെ ഇരിക്കുകയാണ്, ആഹാരം കഴിക്കുന്നില്ല, മെഡിസിൻ കഴിക്കുന്നില്ല, ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു. എന്താണ്, രേവതി വരാതെ ഒന്നും നമ്മുടെ രവീന്ദ്രൻ കഴിക്കില്ല. ഏതായാലും ആ വാശിയിൽ നമ്മുടെ സച്ചി വീഴും, രേവതിനെ വിളിക്കാൻ പോകും. അതൊക്കെ ഏതായാലും ഇന്ന് വൈകിട്ടത്തെ വിശേഷത്തിൽ ഞാൻ പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ്. ഒരു 7:30 ആകുമ്പോൾ നമ്മൾ നയനയുടെയും ആദർശിന്റെയും വിശേഷം അപ്ലോഡ് ചെയ്യും. ഇപ്പം മറക്കാതെ കാണണം. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് നമ്മളെ കൂടുതൽ പേരിലെത്തിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ കിടന്ന് യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഓടി കളിക്കുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻ ലിസ്റ്റിലൊക്കെ പോകുന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈക്ക് ആയിരുന്നു മേടിക്കണത് കേട്ടോ. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നാണമില്ലേ ലൈക്ക് ആയിരുന്നു മേടിക്കാൻ എന്നൊക്കെ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു, ലൈക്ക് ചെയ്യാൻ പറയുന്നു. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും, ഇഷ്ടമുള്ളവർ ലൈക്ക് തരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ പറയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ പറയുവേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.